നോക്കൂ കുട്ടികളെ, നാളെ സയൻസ് പരീക്ഷയാ. ആരും പഠിക്കാൻ മറക്കരുത്. ഗുഡ്. എല്ലാരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. നാളെ കാണാം കേട്ടോ. എനിക്ക് എക്സാം ഇഷ്ടല്ല, അതുകൊണ്ട് സ്കൂളിൽ വരാനും ഇഷ്ടല്ല. എന്തു പറ്റിയല്ലേ? എന്തോ ഒരു മൂഡ് ഔട്ട്. എനിക്ക് മനസ്സിലായി, നാളെ സയൻസ് എക്സാം ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പേടിക്കുന്നത്. സത്യം സമ്മതിച്ചോ, എക്സാമിനെ കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. ഞാനാ ഹയസ്റ്റ് മാർക്ക് എടുക്കാൻ പോന്നെ. വേണമെങ്കിൽ നീ നോക്കിക്കോ. നീ ഇങ്ങനെ പറയൂ, പക്ഷെ ബെന്നിയാണ് അധികം മാർക്ക് എടുക്കാൻ പോണത്. അതൊക്കെ നുണയാ. ഞാനാ ഹയസ്റ്റ് മാർക്ക് എടുക്കാൻ പോന്നെ. വേണമെങ്കിൽ എക്സാമിന് ഞാൻ നിന്നെ സഹായിക്കാം. നിന്നെ എക്സാമിന് പാസ്സാക്കാൻ എന്റെ ഒരു രഹസ്യ ഫോർമുല ഉണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം. മയക്കണ്ണ, എക്സാമിന് പാസ്സാവാനുള്ള വിദ്യ എന്താ നിനക്ക് അറിയാമോ? എനിക്കെങ്ങനെ അറിയാനാ? നീ സൂസിയോട് ചോദിച്ചു നോക്ക്. സൂസിയോ? അവളുടെ സഹായം വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. സൂസിയാണ് എപ്പോഴും നിറയെ മാർക്ക് വാങ്ങാറ്. പാസ്സാവാനുള്ള രഹസ്യം പറയാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കേട്ടില്ല. നീ പഠിച്ച് പാസ്സാവാതെ കുറുക്കു വഴിയിലൂടെ പാസ്സാവാൻ നോക്കുവാ? പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ബുക്സ് പഠിക്കാം, എവിടുന്ന് തുടങ്ങണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പഠിച്ചാലും സീക്രട്ട് ഫോർമുല കൊണ്ട് അവളെന്നെ തോൽപ്പിക്കും. ഒരു മിനിറ്റ്, അവൾ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന് രാത്രി അവളുടെ സീക്രട്ട് ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നെന്ന്. അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നെന്ന് നോക്കി ഞാൻ കോപ്പി അടിക്കാൻ പോവാ. ഞാനും ആ സീക്രട്ട് ഫോർമുല പഠിക്കാൻ പോവാ. പ്ലീസ് മായക്കണ്ണ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ. ഈ പ്രാവശ്യം നീ എന്നെ സഹായിച്ച അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങും. എന്നെ ഇപ്പൊ തന്നെ പഠിച്ച് പാസ്സായിക്കൂടെ? ശരി, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? അത് അവളെ പിന്തുടർന്ന് അവൾ എന്താ ചെയ്യണെന്ന് നോക്കണം. അവൾ ചെയ്യുന്നത് നോക്കി അവളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം. നീ ഭയങ്കര മടിച്ചിയാ. വേണമെങ്കിൽ നോക്കിക്കോ, ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പോണത്. കണ്ടുകൊണ്ട് ഞാനൊരു മാജിക് കാണിക്കാം. അവളെ കാണാതെ പിന്തുടരാതെ അവൾ എന്താ ചെയ്യുന്നതെന്ന് നീ കാണാൻ പോവാ. അവളിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്ക? സൂസി, സോറി മോളെ, നീ പഠിച്ചത് മതി. നമുക്കിന്ന് പുറത്തു പോണം. എവിടെയാമ്മ നമ്മള് പോന്നെ? നിന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ബോംബെന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നമ്മള് ഡിന്നറിന് പോവാ. എനിക്ക് നാളെ എക്സാം ആണമ്മേ. അച്ഛൻ വരാന്ന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മള് പോയേ പറ്റും മോളെ. എന്താ അമ്മേ? പോയി വന്നിട്ട് പഠിക്കാം മോളെ. എനിക്ക് ഹെയർ ഡ്രസ് ഒക്കെ ചെയ്ത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനുണ്ട്. മോള് പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വാ. അയ്യോ, എന്താ സംഭവിക്കുന്നുണ്ടല്ലോ? എന്താ സൂസി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ, അവൾ എന്താ ചെയ്യുന്നത്? അവള് പാല് കുടിച്ചോണ്ടിരിക്കോ? പാല് കുടിച്ച് ഓർമ്മശക്തി കൂടുവത്രേ. അമ്മ, ഞാൻ പാല് വാങ്ങിച്ചോണ്ട് വന്നു. നല്ലത് മോളെ. ഞാനിപ്പോ കൈയെടുത്ത മുടിയൊക്കെ അലങ്കോലാവും. മോള് മമ്മിക്ക് ഹെൽപ്പ് ചെയ്യോ? അവള് കുടിച്ചില്ലല്ലോ, അതുകൊണ്ട് എന്താ പോവാ? ആ, പാൽ എനിക്ക് കൊണ്ടുവന്നതാണോ? അതെ, നിനക്ക് വേണ്ടിയാ. നിർത്ത്, നീ എന്തായി ചെയ്യുന്നത്? വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. നീ ചെയ്യുന്നത് വിചിത്രം തന്നെയാ. മോളെ, എന്റെ ഹാൻഡ് ബാഗ് എടുത്തോണ്ട് വാ. കബോർഡിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ചേറിന്റെ മേലെ കയറിയാലേ എന്നെ കൊണ്ട് എടുക്കാൻ വേണ്ട മോളെ, ചേറ് കയറിയാ നീ വീണ് പോയില്ലേ? നിന്റെ അടുത്ത് കൊറേ ബുക്സ് ഇല്ലേ? അത് അടുക്കി വെച്ച് അതിന്റെ മേലെ കയറിക്കോ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. അവളുടെ സ്പെഷ്യൽ ബുക്ക് എടുത്ത് അവൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ പോവാ. ഇവിടെ നിറയെ ബുക്സ് ഉണ്ടല്ലോ. ഇതിലെ ഏതാ പഠിക്കേണ്ടത് എനിക്ക് അറിയില്ല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എക്സാമിന് വേണ്ടി അവൾ എത്ര ബുക്ക് പഠിക്കുന്നത്? ഇത് ടൂ മച്ചാ. ഇങ്ങനെയാണ് അവൾ എല്ലാ എക്സാമിലും പാസ് ആവുന്നത്. എല്ലാ ആൻസേഴ്സും ഈ പുസ്തകങ്ങളിൽ ഉണ്ടാവും. അവളുടെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചെന്ന് അവൾക്ക് അറിയില്ല. മോളെ, അച്ഛന്റെ ഫ്രണ്ട് ബോംബെക്കാരനായതുകൊണ്ട് അയാൾക്ക് ഹിന്ദി മാത്രമേ അറിയൂ. അമ്മ പറയുന്ന മാതിരി മോളെ അയാളോട് പറയണേ. ചാച്ചാ കേസിയാ. എന്ത് ചാച്ചാ കേസിയാ? അവള് ഏത് ഭാഷ സംസാരിക്കുന്നേ? ലീനെ, നീ എക്സാമിന് പഠിച്ചിട്ടുണ്ടോ? നോക്ക്, നിന്റെ സീക്രട്ട് ഫോർമുലയിലെ എനിക്ക് വിശ്വാസം ഇല്ല. എന്നാ പിന്നെ നമുക്ക് എക്സാമിൽ മത്സരിക്കാം.
ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലീനെ, നീ എന്താ ക്ലാസ്സിൽ വന്നത് പഠിക്കാനല്ലേ, ഉറങ്ങാൻ വേണ്ടിയാണോ? ശരി കുട്ടികളെ, ഞാൻ എക്സാംസിന്റെ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൂസിയാണ് ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. സൂസി, നിന്റെ വിജയത്തിന്റെ രഹസ്യം എല്ലാരോടും നിനക്ക് പറഞ്ഞൂടെ? ഇതില് രഹസ്യമൊന്നും ഇല്ല മിസ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. മാത്രല്ല എക്സാമിന്റെ അന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചതാ. അങ്ങനെ പറന്ന് പൈക്ക് താഴെ വരണ്ട. ഇനി ലീനയുടെ കന്നഡ മോഹം. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. മാത്രല്ല ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്ഥിതിയിലെത്തിയത്. പ്രത്യേകിച്ച് എന്റെ ക്ലാസ്മേറ്റ്സ് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാളും ഉയർന്ന സ്ഥിതിയിലെത്തും. താങ്ക് യു. ബെന്നി സ്കൂൾ ഫസ്റ്റ് ആകുമെന്നാ തോന്നുന്നത്. എന്റെ കൂട്ടുകാരെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അവരെ ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടിയത്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആവും. ലീനെ, നിനക്ക് എന്ത് പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നത്? രണ്ട് രാജ്യങ്ങളും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഉയർന്ന നിലയിലെത്തും. അവൻ കന്നഡ കൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. അമ്മേ, എനിക്കൊരു കണ്ണാടി വാങ്ങിത്താ. അച്ഛനടുത്തില്ലേ അതുപോലെ ഒരു ഭംഗിയുള്ള കണ്ണട. മോളെ, കണ്ണട ഇട്ടിട്ടില്ലെങ്കിൽ അച്ഛന് കണ്ണ് കാണില്ല മോളെ. ടിവിയിൽ വരുന്നവരൊക്കെ കണ്ണട ഇടുന്നത് അമ്മ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മോളിപ്പൊ കണ്ണട ഒന്നും ഇടണ്ട. കണ്ണട എനിക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാൻ കൊറേ നേരം നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്താ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ളിൽ എന്താ? എന്റെ സൗന്ദര്യം കണ്ട് നിനക്ക് അസൂയ തോന്നുന്നു. എനിക്ക് കണ്ണട ഇടാൻ ഭയങ്കര ഇഷ്ടാ. നന്നായിട്ടുണ്ടോ? നിന്റെ അച്ഛന്റെ പഴയ കണ്ണാടി ഇതിനേക്കാൾ നന്നായിരിക്കും. അത് ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു. അച്ഛന്റെ പഴയ കണ്ണട എനിക്ക് കിട്ടി. ഞാനിത് വെച്ച് നോക്കട്ടെ. എനിക്ക് തല ചുറ്റുന്നു. മഴക്കണ്ണ, നീ എവിടെയാണ്? ഈ കണ്ണട ഇട്ടിട്ട് എനിക്ക് തല ചുറ്റുന്നു. ലീന, ഞാൻ പറയുന്നത് കേക്ക്. ഈ കണ്ണാടി നിനക്ക് സൂട്ടാവില്ല. എനിക്ക് കണ്ണട വേണം. ടിവിയിൽ വരുന്നവരൊക്കെ കണ്ണട ഇട്ടിട്ടുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. നീ എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ നിനക്ക് നിറയെ ഐസ്ക്രീം വാങ്ങിത്തരാം. ശരിക്കും ഐസ്ക്രീം വാങ്ങിത്തരോ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ എത്ര പ്രാവശ്യം വാങ്ങി തന്നിട്ടുണ്ട്. അത് ശരിയാ, വാങ്ങി തന്നിട്ടുണ്ട്. ശരി, അത് പോട്ടെ. നിന്റെ അച്ഛന്റെ കണ്ണട വളരെ പവർഫുള്ളാ. നിനക്കത് സൂട്ടാവില്ല. അത് ഇട്ടാൽ നിനക്ക് എല്ലാം ഡബിൾ ആയിട്ട് കാണും. സാരല്ല, എന്നാലേ എനിക്ക് കണ്ണട ഇട്ടേ പറ്റൂ. ആ കുത്തി കുത്താന് വരും കുത്തേ. മായക്കണ്ണോട് മാജിക് കളിക്കാം. ശരി, ഇപ്പൊ കണ്ണടായിട്ട് നോക്ക്.
നല്ല ഭംഗിയുണ്ടല്ലേ? ആ? ലീനെ എന്താ ഇത് മോളെ? TV മറക്കാണ്ട് മാറി നിക്ക്. മോളെ ലീനെ, പേപ്പർ വായിക്കുമ്പോ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മോളെ നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ? നിനക്ക് പിടിച്ച സൂപ്പാ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. കുടിച്ചു നോക്ക്. എടുത്ത് കഴിക്കലീനെ. ഹായ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് ചൂടോടെ തിന്നാനാണ് ഇഷ്ടം. ആ, എന്തൊരു എരിവാണിത്. എരിഞ്ഞിട്ട് വയ്യ. മോളെ അമ്മയെ സംസാരിക്കുന്നേ. നല്ല മഴ പെയ്യുന്നുണ്ട്. മോൾ ആ കൊട എടുത്തിട്ട് മാർക്കറ്റിലേക്ക് വാ. മണികണ്ണാ, എന്റെ കാഴ്ച മാറ്റിയതിന് വളരെ നന്ദി. എന്റെ പഴയ കാഴ്ച ശക്തി തിരിച്ചു താ. അതിന് ഇനിയും കുറെ മാജിക് വേർഡ്സ് വേണം. അതൊക്കെ കളക്ട് ചെയ്യാൻ സമയം വേണം. പ്ലീസ്, ഞാൻ നിനക്ക് നിറയെ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. എന്റെ കാഴ്ച ശക്തി തിരിച്ചു തന്നേക്ക്. എന്നാ നീ 5 ദിവസം കാത്തിരിക്കണം. ഞാൻ പറയുന്നത് കേക്ക്. ഈ കണ്ണട കൊണ്ട് എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. എല്ലാരും കണ്ണടയിട്ട് കൊണ്ടാണ് കൂടുതൽ പഠിക്കുന്നെന്ന് കരുതി. പക്ഷെ അതിനും ഇതിനും ബന്ധമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, നിനക്ക് ബുദ്ധി അല്പം കുറവാ. പക്ഷെ അവനാണ് എപ്പോഴും സ്കൂളിൽ ഫസ്റ്റ് ആവുന്നത്. അവന്റെ കണ്ണടയിൽ എന്തോ രഹസ്യം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയോ? The fishing boats docked by the side of the harbor. Just then, 2 birds. അത് തെറ്റാ, വീണ്ടും വായിക്കേ. അച്ഛാ, എനിക്ക് ടയേർഡ് ആയിട്ടിരിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നു. കൃത്യം 10 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു തീർക്കുക. പിന്നെ മാത്സ് പഠിക്കാം. അവൻ ഇട്ടിരിക്കുന്ന കണ്ണടയ്ക്കും പഠിപ്പിനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ.